എന്താ കോപ്പിറൈറ്റ് കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഇതുണ്ട ഇതിന്റെ ഒറിജിനൽ വീഡിയോ ഞാൻ കിക്കിലാണ് സ്ട്രീം ചെയ്തേക്കുന്നത്. നോക്കണ്ട കിക്ക് കണ്ട ഇതിന്റെ ഒറിജിനൽ വീഡിയോ ഇത് യൂട്യൂബിൽ അവൻ അപ്ലോഡ് ചെയ്തതാണ്. ഇത് റിമൂവ്ഡ് കണ്ട ഇത് റിമൂവ്ഡ്. ഇതാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന സ്ട്രൈക്ക്. ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന സ്ട്രൈക്ക് ഇതാണ്. വേർ ഇസ് ദ പ്രൂഫ്? ഞാൻ GTA നിർത്താൻ പോണു. ഇത് ഞാൻ ഓൾറെഡി കൊടുത്തേക്കുന്ന സ്ട്രൈക്കാണ്. ഇതുപോലെ തന്നെ റെഗുലിന്റെ കണ്ടന്റ് യൂസ് ചെയ്തതിന് റെഗുലിന്റെ ചാനലിൽ നിന്ന് സ്ട്രൈക്ക് അയച്ചിട്ടുണ്ട്. വേണ്ട അപ്രൂവ് ആവാണ് 2 സ്ട്രൈക്ക് കിട്ടും. 3 സ്ട്രൈക്ക് കിട്ടിയാൽ ചാനലിൽ പോകും. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ ബ്രോ. എനിക്ക് ഇനി ഓൾറെഡി സ്ട്രൈക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നാളെ തൊട്ട് അപരാധം കാണിക്കുവാണെങ്കിൽ സ്വന്തം തലയും സ്വന്തം അണ്ടി എടുത്തു വെച്ച് അപരാധം കാണിക്കണം. ബാക്കിയുള്ളവരുടെ കണ്ടന്റ് ഇട്ടാൽ ഒരു സംശയം വേണ്ട ഇത് തരും. പിന്നെ നിനക്കൊക്കെ ഒരു വിചാരം ഉണ്ടായിരിക്കും നിന്റെയൊക്കെ തലയും വണ്ടിയൊക്കെ എൻ്റെ ചാനലിലുണ്ടെന്ന്. എനിക്കിത് പോയാൽ ഒരു കുന്തവും ഇല്ല, മനസ്സിലായ? നീ അതങ്ങ് അടിച്ചു കളഞ്ഞാലും ഞാൻ പറയട്ടെ, ഈഗിൾ ഗെയിമിംഗ് എന്ന് പറയുന്ന ഐഡന്റിറ്റി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ചാനലിലെ നമ്പർ എനിക്കൊരു കണക്കല്ല. ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടാണ് എനിക്ക് കൺസിഡറേഷൻ എന്നെങ്കിൽ ഞാൻ എന്നേ ചാനൽ സബ് കൂട്ടിയേനെ. എനിക്ക് ചാനൽ സബ് കൂട്ടാനും പറ്റിയാണ്. ഞാൻ എത്ര കണ്ടന്റ് ഇടായിരുന്നിട്ടുണ്ട് എൻ്റെ അകത്ത് തന്നെ RPയുടെ. അതുകൊണ്ട് സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കി ജീവിക്കുക എന്നുള്ളൊരു ഇതിലേക്ക് ഞാൻ അങ്ങോട്ട് മാറിക്കഴിഞ്ഞു. ഇനി അതാണ് എൻ്റെ ഒരു നിലപാട്. ഇനി ഇതിൻ്റെ പേരിൽ ഒരാളുടെ മറ്റേ അന്നം മുട്ടി കുണ്ണ പോയി എന്നൊന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വരരുത് ദയവ് ചെയ്ത്. അതുകൊണ്ട് നാളെ തൊട്ട് എൻ്റെ ഒരു നിലപാട് ഇതാണ്. എന്തെങ്കിലും കുണയ്ക്കാനുണ്ടെങ്കിൽ എൻ്റെ കണ്ടന്റ് കാണിക്കാതെ വെറുതെ കുണച്ചോ, കുഴപ്പമില്ല, മനസ്സിലായോ? എൻ്റെ കണ്ടന്റ് കാണിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇന്ന് രാവിലെ എനിക്ക് കുറച്ച് മെസ്സേജുകൾ വന്നു. മിസ്റ്റർ ട്രോളന്, എൻ്റെ കാസറ്റ്, ക്രോമെൻ്റൽ, ഇവർക്കെല്ലാവർക്കും KVയുടെ മോഡറേറ്റേഴ്സ് ആയിട്ടുള്ള കുറച്ച് അവന്മാരുടെ അത് എനിക്ക് അക്കൗണ്ടൊക്കെ അയച്ചു തന്നിട്ടാ. കുറച്ച് KVയുടെ മോഡറേറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നല്ല, അവ ആ ചാറ്റിലുള്ളവന്മാർ, അങ്ങനെ ഉദ്ദേശിച്ചത് മോഡറേറ്റേഴ്സ്. ഇനി അത് കൺവേർട്ട് ചെയ്യരുത്. KVയിലെ ചാറ്റിലുള്ള കുറേ പേര് നമ്മൾ മറ്റവനില്ലേ പന്ന കഴിവറ മറ്റേ പൂച്ചപ്പണ്ണി ഞാൻ പൂച്ചപ്പണ്ണ അവനില്ലേ, അവൻ്റെ തള്ളക്കി വിളിച്ചതിന് ഞാൻ അതിനകത്ത് പറയണ ഒരു കാര്യമുണ്ട്. ശരിയാണ്, തള്ളക്കി വിളിച്ചത് തെറ്റാണ്. അവൻ്റെ അമ്മ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. പക്ഷേ ഞാൻ അവനെ അങ്ങനെ ഹാർഡായിട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് തൊലിക്കുന്ന ഒരു സ്മൈലി അയച്ചതിന് അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ലൈവ് കണ്ടവർക്ക് ഓർമ്മയുണ്ടോ? എന്താ എൻ്റെ ഇൻബോക്സിൽ വന്ന് ഒരു ചിരിക്കുന്ന സ്മൈലി അയച്ചതിന് ഞാൻ ഒരുതിനെ തള്ളക്കി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ ചീത്ത വിളിച്ചതിൻ്റെ വീഡിയോ മാലിക് ലൈവിലിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. മാലിക് ബ്രോ ഒരു നല്ലൊരു മനുഷ്യനാണ്. സത്യം പറഞ്ഞാൽ പുള്ളി നല്ലൊരാളാണ്. ആള് ഒരു പാവമാണ്. പുള്ളി ഒരു മനുഷ്യനാണ്. പുള്ളിയാണെങ്കിൽ നല്ലപോലെ ട്രൈ ഹാർഡ് ചെയ്യുന്നുണ്ട്. അതായത് ഹാർഡ് വർക്ക് നമ്മൾ ആര് ചെയ്താലും അപ്രീഷിയേറ്റ് ചെയ്യണം കേട്ടോ. പുള്ളി നല്ലതുപോലെ ട്രൈ ഹാർഡ് ചെയ്യുന്നുണ്ട്. ലൈവിൽ ഇരുന്നിട്ട് പുള്ളി പറയണതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അമ്മയ്ക്കൊക്കെ വിളിക്കണതാണ്, ഇവനാണ് ഒരു ഇൻഫ്ലുവൻസർ, ഇവനാണ് എല്ലാവരുടെയും മുമ്പിൽ മാന്യം നടിക്കുന്നേ. അവൻ എന്താ ചെയ്തതെന്ന് മാത്രം പറഞ്ഞിട്ടില്ല കേട്ടോ. ലൈവിൽ അവൻ ചെയ്തത് എന്താന്ന് പറഞ്ഞിട്ടില്ല. ഒരാൾ വെറുതെ വന്ന ഒരു സ്മൈലി അയക്കുമ്പം തിരിച്ച് തള്ളക്കി വിളിക്കാനാണെങ്കിൽ ഞാൻ ഇവിടെ വരെ എത്തുമെന്ന് എന്റെ ചോദ്യം അതാണ്. ഞാൻ ആൾക്കാരെ ബാക്കി ഇത്രയും ലൈവ് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നു, ഇവരൊക്കെ വരുന്നു. വെറുതെ ഒരാളെ ഞാൻ തന്തയ്ക്ക് വിളിക്കുമോ? എന്തിന്റെ ആവശ്യമുണ്ട്? എനിക്ക് ഒരാവശ്യമില്ല. പക്ഷെ മാലിക് ബ്രോ ഒരു പാവമാണ്, അത് ഞാൻ പറയാം. മാലിക് ഒരു പാവമാണ്. പുള്ളി ഒരു പണ്ട് തൊട്ടേ നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് പുള്ളിക്ക് അങ്ങനെ ഇതിൽ നിന്ന് റവന്യൂ ഒന്നും ഉണ്ടാക്കണ്ട. അത് പുള്ളിക്ക് വെളിയിൽ നല്ല ബിസിനസ് ഒക്കെ ഉള്ള ആളാണ്, മനുഷ്യനാണ്, പാവം പുള്ളിയാണ്. പുള്ളിയുടെ ടൈം പാസ് എന്നുള്ള ഒരു രീതിയിലാണ് പുള്ളി ഇതിനകത്ത് വന്നത്. അതുകൊണ്ടാണ് യൂട്യൂബിൽ സ്ട്രീം ചെയ്തത്, ലോക്കോയിൽ സ്ട്രീം ചെയ്തത്. അപ്പം ലോക്കോയിൽ സ്ട്രീമൊക്കെ ചെയ്തു. നമ്മുടെ ടർഫ് വാറൊക്കെ ഒരുപാട് സ്പെക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊക്കെ ഒത്തിരി കമന്റ് പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പൊ നമ്മൾ അതിന് ഒരിക്കലും മോശം പറയാൻ പാടില്ല, മനസ്സിലായ? മാലിക്കിനെ നമുക്ക് ഒരിക്കലും മോശം പറയാൻ പറ്റത്തില്ല. പുള്ളി അങ്ങനത്തെ ഒരു പാവം പിടിച്ച മനുഷ്യനാണ്. പിന്നെ മെയിൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് മാലിക് ഈ പറയണ സുമതി അമ്മായി ഇവരെല്ലാം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ, ഈ പറയണ പോലെ മിസ്റ്റർ ട്രോളൻ ഇവർക്കെല്ലാം കൊണ്ട് അയച്ചു കൊടുത്ത്. അപ്പം ഞാൻ ഇവർക്കെല്ലാം അയച്ചു കൊടുത്തപ്പം ഞാൻ ഇവരോടൊക്കെ പറഞ്ഞത് ഗൈസ്, ഞാൻ പറയാം നിങ്ങൾക്കൊക്കെ ഒരു എനിക്ക് ഇവരുടെയൊക്കെ ഹെയ്റ്റ് സ്പ്രെഡ് ഭയങ്കര ഇതാണോ ശരിക്കും ഹെയ്റ്റ് സ്പ്രെഡ് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടാ. ഞാൻ കാണിച്ചു തരാം. അപ്പം പുള്ളി എനിക്കിത് വന്ന് അയച്ചു തന്നപ്പം പുള്ളി എനിക്കിത് അയച്ചു തന്നപ്പം ഞാനിത് പുള്ളിക്ക് അവർക്ക് കൊടുത്ത എന്നെ എക്സ്പോസ് ചെയ്യാൻ പോവാണെന്നൊക്കെ പറഞ്ഞു കേട്ടാ. അപ്പം വീഡിയോ പ്രൈവറ്റ് ആയി. എന്ത് പ്രൈവറ്റ് ആയോ? എന്ത് പ്രൈവറ്റ് ആയെന്ന്? ഏത് വീഡിയോ പ്രൈവറ്റ് ആയെന്ന്? ചില റിപ്പോർട്ട് അടിച്ചതായിരിക്കോ? ഏത് വീഡിയോ പ്രൈവറ്റ് ആക്കി അണ്ണാ? വീഡിയോ പ്രൈവറ്റ് ആക്കി. ഏത് വീഡിയോ പ്രൈവറ്റ് ആക്കി? ബ്രാവന്റെ വീഡിയോ ഡിലീറ്റ് ആയെന്നോ?
ഇല്ലല്ല അതില്ല, അത് പ്രോസസിങ് അല്ലേ അളിയാ? ഞാൻ ഇതില്ല, ഇത് കേൾപ്പിച്ചു തരാം കൈസ്. എന്നെ എക്സ്പോസ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പം ഞാൻ പുള്ളിക്ക് കൊടുത്ത് റിപ്ലൈ ചെയ്താണേ, കേട്ടോണേ. പ്രോസസിങ് ഈ ഞാൻ പറയുന്ന പൊണ്ടല്ലോ, ഇവൻ എന്തിനാണ് വെറുതെ ഒരാൾ ചുമ്മാ സ്മൈലി അയച്ച ഉടനെ തള്ളക്കി വിളിക്കും? ബ്രോയ്ക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ കണ്ടിട്ട്? അവൻ കാണിച്ചു കൂട്ടുന്ന ടോക്സിക് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയാം. എല്ലാവരും കമന്റ് സെക്ഷനിൽ പോയി എന്തൊക്കെ മുമ്പിൽ ഇടുന്നതെന്ന് ബ്രോയ്ക്ക് അറിയാത്തോണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. ബ്രോ എക്സ്പോസ് ചെയ്യുന്നെങ്കിൽ ബ്രോയുടെ ഇഷ്ടമാണ്. ബ്രോ എക്സ്പോസ് ചെയ്യുന്ന ഒരു സീനില്ല. ഞാൻ ഇങ്ങനത്തെ ഒന്നും സാധനം ഞാൻ ഇതാണ് പുള്ളിക്ക് അയച്ച റിപ്ലൈ. ആൻഡ് ഞാൻ ലോകത്ത് ഒരു ഇൻഫ്ലുവൻസേഴ്സിനെ അല്ലെങ്കിൽ ഒരു ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ ഞാൻ പോകത്തില്ല. എന്റെ ഭാഗത്തുള്ള ന്യായത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആരെയും ഇതാക്കണ്ട. അത് വീഡിയോ പ്രൈവറ്റ് ആക്കിയോ? നമ്മൾ റിപ്പോർട്ട് ചെയ്തതാ. നോക്കട്ടെ. ഞാൻ വീഡിയോ പ്രൈവറ്റ് ആയടാ.